إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ ശ്രദ്ധ കാണിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സകല വിധികളെയും അംഗീകരിക്കുകയും നിയമങ്ങളെ പരമാവധി പാലിച്ച് ജീവിതാന്ത്യം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ആ കലിമത്തു തൗഹീദ് ഉരുവിട്ടുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്നും വിട പറയാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഏതു ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യമാണ് എങ്കിലും ഭയചകിതരാവാതെ ബേജാറും അമിതമായ വിഷമവും ഇല്ലാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകം നമ്മുടെ വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തെയാണ് ഗൈബിയായ തികച്ചും അദൃശ്യമായ ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നതല്ലാതെ
നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആലോചനക്കും വകുപ്പില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സദാ ഓർക്കുകയും അവരുടെ മനോമുകുരങ്ങളിൽ എപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൃത്യമായി ആലോചിക്കുകയും അതിന് ശുക്ർ കാണിക്കുകയും ചെയ്യുക എന്നത് ഈ തരുണത്തിലുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള അടിമകളാവുക, ജീവിത സുഖങ്ങളും സൗഭാഗ്യങ്ങളും വിഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ റബ്ബിനെ സ്മരിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരും നിർവഹിക്കേണ്ടവരുമാണ് വിശ്വാസി എന്ന ലേബലിൽ അറിയപ്പെടുന്ന നാം ഓരോരുത്തരും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ആളുകളെ നോക്കി അവരുടെ സുഖങ്ങളെയും അവരുടെ ജീവിത വിഭവങ്ങളെയും സൗകര്യങ്ങളെയും നോക്കി പലപ്പോഴും നമ്മൾ ആവലാതിപ്പെടാറുണ്ട്, വേവലാതി ബോധിപ്പിക്കാറുണ്ട്. എനിക്ക് കിട്ടാത്തത് പലതും അവന് ലഭിച്ചല്ലോ. ഈ ആശങ്കയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളിൽ പോലും ചില ആളുകളിൽ അനൽപമായ അല്ലെങ്കിൽ അല്പമെങ്കിലും അത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, തനിക്ക് കിട്ടിയ പലതും മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ആളുകളുണ്ടല്ലോ, അതിന് അള്ളാഹുവെ സ്തുതിക്കുക, ശുക്ർ കാണിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം മറന്നുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് നമ്മൾ വിഷമം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആ രൂപത്തിൽ ആവലാതിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നിഅമത്തിൻ്റെ ഒരു വസ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിദാനം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ചിലപ്പോൾ ഇന്ന് എൻ്റെ കൂടെയാണ് എങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ എന്നിൽ നിന്നും അത് മാറ്റപ്പെട്ട് മറ്റുള്ളവരിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒന്നിൻ്റെ പേരാണ് അള്ളാഹു നൽകുന്ന നിഅമത്ത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കൺമുമ്പിലൂടെ കടന്നു വന്ന്, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നിലേക്ക് കടന്നു വന്ന്, പക്ഷേ എൻ്റെ അറിവോ ധാരണയോ ഇല്ലാതെ എന്നിൽ നിന്നും ഒരുപക്ഷെ പിറകിലൂടെ പോകാൻ സാധ്യതയുള്ള ഒന്നാണ് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ജീവിത സുഖങ്ങൾ, സൗഭാഗ്യങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായ ക്ഷമത, ആരോഗ്യം, ഇതെല്ലാം തന്നെ ഒരു വേള എന്നിലേക്ക് കടന്നു വരുന്നു. ഞാൻ അറിയാതെ അല്പാൽപമായി എന്നിൽ നിന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അള്ളാഹുവിനെ സ്മരിക്കുകയും അവനെ ഓർക്കാതെ അല്ലെങ്കിൽ അവനെ വിസ്മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ റബ്ബിനെ കൃത്യമായി ഓർമ്മിക്കുകയും അതോടൊപ്പം തന്നെ നാം ആലോചിക്കേണ്ട കാര്യം, ഇത് നിലനിർത്തിപ്പോരുവാൻ ഈ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നിൽ നിന്നും ഇല്ലാതെ, എന്നിൽ നിന്നും മാറ്റപ്പെടാതെ അത് അവശേഷിക്കുന്ന ഒരു രൂപത്തിൽ എന്നിൽ എപ്പോഴും ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന ബോധ്യമാണെങ്കിൽ ആ ഒരു ബോധമാണ് വിശ്വാസികളായ നമ്മിൽ ഉണ്ടാവേണ്ടുന്നത്. ഇനി അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ജീവിത സുഖങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും, ജീവിതത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടായാലും ഇല്ലെങ്കിലും, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്. അത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. എന്തേ കാര്യം? ഇൻ അസ്വാബതുഹു സറാഉ ശകറ, അതെ, വിശ്വാസിയുടെ ജീവിതത്തിൽ വല്ല സുഖവും സന്തോഷവും സുഖിക്കാനുള്ള വല്ല അവസരവും കിട്ടിക്കഴിഞ്ഞാൽ അവൻ മതിമറന്ന് ആഹ്ലാദിക്കുകയല്ല, അവൻ ശകറ, അള്ളാഹുവിന് നന്ദി കാണിക്കുമെന്നാണ് ഒരു നിലപാട്. അതാണ്. മറ്റൊന്നെന്താണ്? ഇൻ അസ്വാബതുഹു ദർറാ, വല്ല ദുരിതവും ക്ലേശവും രോഗവും പ്രയാസവും അവനെ ബാധിച്ചാലോ സ്വബറ, അവൻ ക്ഷമിക്കും എന്നുള്ളതാണ്. രണ്ടും അവന് ഖൈറാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ അത് നന്മയാണെങ്കിലും തനിക്ക് ദുരിതമാണെന്ന് വിചാരിക്കുന്ന സംഗതിയാണെങ്കിലും ശരി,
അവിടെയെല്ലാം വിശ്വാസികൾ ഒന്നുകിൽ അള്ളാഹുവിനെ നന്ദിയുള്ള അടിമകളായി ഓർക്കുന്നു, മറ്റൊന്ന് ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നു എന്നുള്ളത് വിശ്വാസിയുടെ മാത്രം ഗുണമായിട്ടാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്, ദീനുൽ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട കാര്യം, എന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു തആല അനുഗ്രഹങ്ങൾ എടുത്തു കളയുന്നത്? അള്ളാഹ് അങ്ങനെ ചെയ്യുമോ? തൻ്റെ ദാസനോട് അടിമയോട് അങ്ങേറ്റം കാരുണ്യമുള്ള റഹീമായ അള്ളാഹു എങ്ങനെയാണ് തൻ്റെ അടിമക്ക് താൻ കൊടുത്തിട്ടുള്ള നൽകിയിട്ടുള്ള അനുഗ്രഹം, ജീവിത സുഖങ്ങൾ, സൗഭാഗ്യങ്ങൾ, സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് അള്ളാഹു തആലക്ക് കാരുണ്യവാനായ അള്ളാഹുവിന് ഒരു അടിമയിൽ നിന്ന് മാറ്റാൻ സാധിക്കുക? എവിടെയാണ് നാം ഉറ്റാലോചിക്കേണ്ടുന്നത്? അങ്ങനെ അള്ളാഹ്ക്ക് സാധ്യമാകുമോ? അള്ളാഹു അങ്ങനെ ചെയ്യുമോ എന്നൊരു ചോദ്യം, ചിന്ത നമ്മിൽ ഉണ്ടാവണം. ഒരിക്കലും അള്ളാഹു തആല തൻ്റെ അടിമയോട് അനീതി കാണിക്കാത്തവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും അനീതി കാണിക്കൂല. അള്ളാഹുവിനെ കൃത്യമായി ഓർക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയായി നിലകൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു തട്ടിക്കളയൂല. അള്ളാഹു അവനോട് ഒരിക്കലും അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആൻ പറയാൻ. പിന്നെ എന്തുകൊണ്ടാണ്, എന്തു കാരണത്താലാണ് നമ്മിൽ പോലും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ എടുത്തു കളയുന്നത്? ശാരീരികമായ വിഷമങ്ങൾ കൊടുന്നനെ സംഭവിക്കുന്നു, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ബിസിനസ് തകർച്ചകൾ പെട്ടെന്ന് ഉണ്ടാകുന്നു, ഇന്നലെ വരെ എന്നിലുണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ ഒരു നിമിഷം കൊണ്ടില്ലാതാകുന്നു. എന്തേ അതിൻ്റെ കാരണം? അള്ളാഹ് അങ്ങനെ ചെയ്യുമോ? അള്ളാഹ് അത്രമേൽ തൻ്റെ ദാസനോട് കാരുണ്യമില്ലാത്തവരാണോ? ഒരിക്കലും അല്ല. മറിച്ച് അള്ളാഹു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് സൂറത്തു അൻഫാലിലൂടെ. അള്ളാഹ് പറയാണ്, ദാലിക ബിഅന്നല്ലാഹ ലം യകുൻ മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ. അള്ളാഹു ഒരു ജനതയുടെ മേൽ ചൊരിഞ്ഞു നൽകിയിട്ടുള്ള അനുഗ്രഹം അള്ളാഹു ഒരിക്കലും മാറ്റുകയില്ല. അള്ളാഹിന്റെ നിലപാടാണത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതൊരു വ്യക്തിക്കാവട്ടെ, സമൂഹത്തിനാവട്ടെ, ആർക്കാണ് നൽകുന്നത് എന്നിരുന്നാലും ശരി, അള്ളാഹു അത് മാറ്റുന്ന പ്രശ്നമേയില്ല. ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ. അള്ളാഹു അത് മാറ്റൂല. പക്ഷേ തൊട്ടുശേഷം അള്ളാഹ് പറയാണ്, ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വന്തം നിലപാടിൽ, ആ മനുഷ്യന്മാരുടെ നിലപാടിൽ മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം. അപ്പൊ അത്തരം ആ അള്ളാഹുവിന്റെ ദാസന്മാരിൽ അവന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, കർമ്മങ്ങളിൽ, വിശ്വാസങ്ങളിൽ വീഴ്ചകളും പാളിച്ചകളും സംഭവിക്കുമ്പോൾ, അവരുടെ നിലപാടുകളിൽ അവർ മാറ്റമുണ്ടാക്കുമ്പോൾ അല്ലാഹു തആല നിഅമത്തിനെ എടുത്തു കളയുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാം. അല്ലാതെ അല്ലാഹു ഒരിക്കലും തൻ്റെ അടിമക്ക് നൽകിയ സൗകര്യങ്ങൾ അത് പിൻവലിക്കാൻ, അതില്ലാതാക്കാൻ അല്ലാഹു ഒരിക്കലും തയ്യാറല്ല. പക്ഷേ എന്തു ചെയ്തു അടിമകൾ? അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു, മാനിക്കാതെ വിട്ടേച്ചുപോയി. തൽഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവനിൽ നിന്നും എടുത്തു കളയുന്നു. അതാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ വാചകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിലപാട്, ഈ വിഷയത്തിലെ നിലപാടിതാണ്. ഈ രൂപത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്നത്. ഈ ആയത്തിന്റെ തൊട്ടുമുകളിൽ അള്ളാഹു തആല ചില കാര്യങ്ങൾ കൂടി പ്രസ്താവിക്കുന്നുണ്ട്. എന്താണത്? ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ. എന്തേ കാര്യം? ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ. അല്ലാഹ് ഒരിക്കലും തൻ്റെ അടിമയോട് ദുൽമ് കാണിക്കുന്നവനല്ല, അനീതി കാണിക്കുന്നവനല്ല, അക്രമം കാണിക്കുന്നവനല്ല. അല്ലാഹു തആല തൻ്റെ അടിമയോട് ഒരു തരിമ്പ് പോലും അനീതിയോ അക്രമമോ കാണിക്കുകയില്ല. പിന്നെന്തേ? ذَلِكَ بِمَا قَدَّمَتْ أَيْدِيكُمْ, നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് എന്ന് വളരെ കൃത്യമായി ഖുർആൻ ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, മുൻകാല സമൂഹങ്ങളെ പറ്റി പറഞ്ഞു, അതേ ഫിറഔന്റെ ജനത കാട്ടിയ ചര്യയുണ്ടല്ലോ, അവരുടെ പതിവുകൾ, ഫിറഔനും സംഘവും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, അവരുടെ തോന്നിവാസങ്ങൾ, അതുപോലെ തന്നെ ആ സമൂഹത്തിന് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം ചെയ്തു പോയിട്ടുള്ള നിഷേധാത്മകമായ പ്രവർത്തനങ്ങൾ പോലെ. എന്നിട്ട് അല്ലാഹ് പറയാൻ, കസ്സബൂ ബിആയാതിന, അവരെന്താ ചെയ്തത്? കസ്സബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കി, വ്യാജമാക്കി കളഞ്ഞു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അങ്ങനെ അവരുടെ തിന്മകളുടെ ഫലമായി നാം അവരെ പിടികൂടി എന്നാണ്.
നമ്മളെക്കാളും ശക്തിയും കഴിവും ശേഷിയും ഉണ്ടായിരുന്ന ജനവിഭാഗങ്ങളായിരുന്നു മുൻകാല സമൂഹക്കാർ. പക്ഷെ അവർ ധിക്കാരത്തിന്റെ മാർഗം സ്വീകരിച്ചു. അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവർ മാറി സഞ്ചരിച്ചു. തൽഫലമായി അവർക്ക് അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തത് എന്താണ്? കഠിനമായ ശിക്ഷയാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു തആല ബോധ്യപ്പെടുത്തി. അപ്പൊ അള്ളാഹിന്റെ നിലപാടെന്താ? ഒരു അടിമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ഒരിക്കലും അള്ളയായിട്ട് എടുത്തു കളയുകയില്ല. നേരെ മറിച്ച് നമ്മളുടെ ചെയ്തികൾ, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ അത് എടുത്തു മാറ്റുന്നത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പാടെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. കാഫിർ, നിഷേധാത്മകമായ പ്രവണത, നിഷേധികൾ, ദൈവനിഷേധികൾ, അതുപോലെ തന്നെ നാസ്തിക സ്വഭാവമുള്ള അതിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, നിരീശ്വരവാദ പ്രസ്ഥാനക്കാർ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാഫിര്യങ്ങളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾ ഉള്ളയിടത്ത് തന്നെ മുസ്ലിം തറവാടുകളിലും കുടുംബങ്ങളിലും കഴിയുന്ന ആളുകളിൽ പോലും ചില സംഗതികളിൽ, ചില വിഷയങ്ങളിൽ ഭാഗികമായെങ്കിലും അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളോട് എതിർപ്പ് കാണിക്കുന്ന ഒരു നിഷേധാത്മക സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളിലും ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെയൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അത് തട്ടിപ്പോവാതിരിക്കാൻ, നമ്മിൽ നിന്നും അത് പോയി കളയാതിരിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു തആല തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റുക എന്നതിനെ പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. നമുക്കറിയാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചര്യയുണ്ട്. അള്ളാഹുവിനെ നിഷേധിച്ച് അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭുഗിച്ചും ഭോഗിച്ചും സുഖിച്ചും കഴിയുന്ന മനുഷ്യൻ, പക്ഷെ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നു, നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഒരു ചര്യയാണെന്ത്? അവനൊന്ന് അയച്ചുവിടും. അള്ളാഹു പല സുഖങ്ങളും നൽകി അവനൊന്ന് വിഹരിക്കാൻ വിടും. ഇത് അള്ളാഹിൻ്റെ ഒരു പ്രവണതയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതാണല്ലോ ചില ആളുകൾ, നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ ജമാഅത്തായി നമസ്കാരത്തിൻ്റെ ഭാഗമാവാറുണ്ട്, പിന്നെ ദിക്റും ദുആകളും സദഖകളും ഹജ്ജും നോമ്പും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കില്ലാത്ത സുഖം, എനിക്കില്ലാത്ത അനുഗ്രഹങ്ങൾ, ഇതൊന്നും ചെയ്യാത്ത പക്കാ നിഷേധികളായിട്ടുള്ള ആളുകൾക്ക് പോലും പടച്ചോനെ നീ കൊടുക്കുന്നുണ്ടല്ലോ, എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ലാ യഖുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, നാട്ടിൽ നിഷേധികൾ വിഹരിക്കുന്നത് കണ്ടിട്ട് അതിൽ താങ്കൾ വഞ്ചിതരാവരുത് എന്ന് അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പീഡനങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ അപ്പുറത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ സുഖിക്കണം. ഇത് കാണുമ്പോൾ സ്വാഭാവികമായും നമ്മളാണെങ്കിൽ പോലും ഉണ്ടാകും, എന്താ പടച്ചോനെ ഇത്? അവിടെയാണ് അവരിങ്ങനെ സ്വൈര്യവിഹാരം നടത്തും, അവർക്ക് യഥേഷ്ടങ്ങനെ പടച്ചോൻ നീട്ടിക്കൊടുക്കും. അതൊന്നും കണ്ട് താങ്കൾ അതിൽ വഞ്ചിക്കപ്പെടാൻ പാടില്ല, വഞ്ചിതനാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിഷേധികൾക്ക്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും, സുഖങ്ങൾ കൊടുക്കും. ഇതൊരു ജീവിതത്തിലെ പ്രതിഭാസമായി നമ്മളതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അവിടെയാണ് സൂറത്തു അൻആമിലെ 44-ാമത്തെ ആയത്ത് എന്തല്ല പറയുന്നത്? ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അതെ, നമ്മൾ ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ, മനുഷ്യന്മാര് തൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് മാനിക്കാതെ വിട്ടുകളഞ്ഞപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ കവാടങ്ങളും അവർക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുക്കുന്ന എല്ലാ അനുഗ്രഹം, സാമ്പത്തികമായി നേട്ടമുണ്ടാകും,
ബിസിനസ്സിൽ നല്ല വളർച്ച ഉണ്ടാകും, ആരോഗ്യപരമായി നല്ല ഉന്മേഷമുണ്ടാകും, ക്ഷമതയുണ്ടാകും. ഇതൊക്കെ പടച്ചോൻ കൊടുക്കും. ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും വാതിലുകൾ പടച്ചോൻ തുറന്നു കൊടുക്കുന്ന. എന്നിട്ടോ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവരിങ്ങനെ സന്തോഷിച്ച് മതിമറന്നിങ്ങനെ ജീവിക്കുന്ന സമയത്താണ് അഖദ്നാഹും ബഗ്തതൻ, അവരെ പൊടുന്നനെ പടച്ചോൻ പിടികൂടുക. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ വല്ലാത്ത നിരാശയിലേക്ക് പോവുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ, ഈ ബഗ്തത്ത് എന്ന് പറയുമ്പോൾ പൊടുന്നനെയുള്ള പിടുത്തത്തിന് ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു തൗബക്ക് ചാൻസ് ഇല്ല, ഇസ്തിഗ്ഫാറിന് അവസരമില്ല. അവിടെയാണ് ഒരു പക്ഷെ അഹങ്കരിച്ച് അഹന്ത കാണിച്ച് തൻ്റെ വാഹനത്തിൽ പോകുന്നവർക്ക് ഒരു കൂട്ടിയിടിക്കൽ, ഒരു ചെറിയ ആക്സിഡന്റ്, അതോടുകൂടി തകരുന്നു, തീരുന്നു. ഇന്നലെ വരെ ആരോഗ്യത്തോടു കൂടി വിഹരിച്ച എൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് അതിൻ്റെ പ്രവർത്തന ക്ഷമത നഷ്ടപ്പെട്ട് പ്രവർത്തനരഹിതമാകുന്നു. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടാറില്ലേ? അതാണ് പറയുന്നത് ഒരു പൊടുന്നനെയുള്ള പിടുത്തുണ്ടാകും, അതിലവർ വല്ലാതെ നിരാശപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വല്ലദീന കസ്സബൂ ബിആയാതിനാ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അതെ, അല്ലാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ച് അതിനെ വ്യാജമാക്കി മുന്നോട്ട് പോയാൽ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത നിലക്ക് അല്പാൽപമായിട്ട് നാം അവരിൽ നിന്ന് ഇതെല്ലാം എടുത്തു കളയുമെന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ട് സംഗതികൾ, ഒന്ന് കുഫറാണ്, ഒന്ന് ശിർക്കാണ്. നമുക്കറിയാം, ആ വിഷയകമായിട്ട് നമ്മൾ ഒരുപാട് കേട്ടവരാണ്. എന്നിരുന്നാലും ഖുർആനിൻ്റെ സമീപനം എന്നുള്ള നിലയിൽ ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അതത് സമൂഹങ്ങളിൽ അവർ കാണുന്ന അരാജകത്വങ്ങൾക്കെതിരെയല്ല ആദ്യം ശബ്ദിച്ചത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും മുൻകാല പ്രവാചകന്മാരാണെങ്കിലും അവർ കടന്നു വരുന്ന സാഹചര്യത്തിലുള്ള സമൂഹത്തിൽ പല ജീർണതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രവാചകന്മാരൊക്കെ തന്നെയും ആ സമൂഹത്തോട് ആ ജീർണതകൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് ആദ്യമായി പറയുന്നതിന് പകരം അടിസ്ഥാനപരമായി അള്ളാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കണം എന്ന വിഷയമാണ് ആ സമൂഹത്തിൽ പ്രഥമമായും ആ പ്രവാചകന്മാരൊക്കെ തന്നെയും പഠിപ്പിച്ചത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇന്ന് വിശ്വാസികളാണോ? ആണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പ്രവാചകനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തെ അംഗീകരിക്കുന്നു, എല്ലാം അംഗീകരിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, എല്ലാമുണ്ട്. പക്ഷെ പലപ്പോഴും കർമ്മങ്ങളിൽ, വിശ്വാസങ്ങളിൽ ഈ കുഫറും ശിർക്കുമൊക്കെ കലരുന്നതായി നമ്മൾ കാണുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാൻ, ഈ ശിർക്കും കുഫറൊക്കെ ആരിലാ വരുന്നത്? ഏതെങ്കിലും കാഫിരികളിലാണോ? നിഷേധികളിലാണോ? അല്ല. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അതെ, അവർ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അധിക പേരും ശിർക്ക് വെച്ചുകൊണ്ടാണ്, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് മാത്രം. ആരാ മഴ വർഷിപ്പിക്കുന്നത്? ലയഖൂലുന്നല്ലാഹ്, ആരാ നിങ്ങളെ സൃഷ്ടിച്ചത്? ലയഖൂലുന്നല്ലാഹ്, നിങ്ങളെ സൃഷ്ടിച്ചതും എല്ലാം അവർ ആ ചോദ്യങ്ങൾക്കൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ മറുപടി അത് അള്ളയാണ്. ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളയാണ്, ഞങ്ങൾക്ക് അന്നം നൽകുന്നത് അള്ളയാണ്, ഞങ്ങളെ പരിപാലിക്കുന്നത് അള്ളയാണ്, മഴ വർഷിപ്പിക്കുന്നത് അള്ളയാണ്. റുബൂബിയത്തിന്റെ വിഷയത്തിൽ ഇന്ന് വരെയും അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രവാചകന്റെയും അല്ലെങ്കിൽ ഒരു പ്രവാചകനെയും അള്ളാഹു ഉത്തരവാദപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളയാരാണെന്ന് പരിചയപ്പെടുത്താൻ ഒരു പ്രവാചകന് വരേണ്ടി വന്നിട്ടില്ല. കാര്യം അവർക്കറിയാം, ഓരോ സമൂഹത്തിനും അള്ളയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ളയാണ് മഴ വർഷിപ്പിക്കുന്നത് എന്നൊക്കെ അവർക്കറിയാം. പിന്നെ എന്തിലാണ് പ്രശ്നമുണ്ടായത്? ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ, അതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ അതങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിനെ അടുപ്പിക്കാൻ ചില വസീലകൾ അവർ തേടിയിരുന്നു, ചില മാധ്യമങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. അതിന് മഹാന്മാരുണ്ട്, ബിംബങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് ശുഫാക്കളാകി, ഞങ്ങൾ ശുപാർശകരായി ഇവരുണ്ടാകുമെന്ന വിശ്വാസം, ഇവർ അള്ളയാണ് എന്ന് മക്കയിൽ മുസ്ലിക്കും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ വിളിക്കുന്ന ലാത്തും അനാത്തയും ഒന്നും തന്നെ അള്ളയാണ്, സാക്ഷാൽ ദൈവമാണ് എന്ന് അവരാരും അംഗീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇല്ലാ ശരീക്കൻ ഹുവ ലക, അവരെ തെൽബിയത്ത് നമുക്കറിയാലോ,
അതെ, അവരും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം എന്താ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല. ഇല്ലാ ശരീകൻ ഹുവ ലക, അതെ, ഒരു പങ്കുകാരൊഴികെ. ആരാ പങ്കുകാരൻ? അത് അള്ളയാണെന്ന് അവർക്ക് വിശ്വാസമില്ല. നിന്റെ ഉടമസ്ഥതയിലുള്ള ആൾ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് അവർ വേണം. അത് പറ്റില്ല എന്നാണ് 10-12 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തി പടച്ചോനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ആ തത്വത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒന്നും പറ്റൂല. ബലി മൃഗങ്ങളുണ്ടായിരുന്നു, ബലിക്കല്ലുകളുണ്ടായിരുന്നു. അവിടെ ആരാധ്യ വസ്തുക്കളെ തൃപ്തിപ്പെടുത്താൻ ഈ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. പറ്റില്ല എന്ന് ഇവിടെയും നമ്മൾ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പല അപജയങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അവിടെയാണ് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വിശ്വസിക്കുന്നുണ്ട് അല്ലാഹുവിൽ, കറകളഞ്ഞ വിശ്വാസമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്നുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങളിൽ, വിശ്വാസങ്ങളിൽ ഈ രൂപത്തിലുള്ള ഈ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് അല്ലാഹു തആല ഇത്തരം അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് എടുത്തു കളയാതിരിക്കുക? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈമാനിൽ വല്ല തകരാറുണ്ട് എങ്കിൽ, വിശ്വാസത്തിൽ വല്ല പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല നിഅമത്ത് ഒരിക്കലും തന്നെ നിലനിർത്തുകയില്ല എന്ന വസ്തുതയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ, കച്ചവടത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മനോഭാവമുണ്ട്, അള്ളാഹുവിലേക്ക് സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് പടച്ചോനെ എൻ്റെ ഈ പ്രയാസം ദൂരീകരിക്കണം എന്ന് അള്ളാഹുവോട് കേണപേക്ഷിക്കുന്നൊരു മനോഭാവം നമുക്കുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മൾ മനസ്സുരുക്കി പടച്ചോട് പറയും, ഇതൊക്കെ ലഭ്യമായാലോ, ഇതെല്ലാം പടച്ചോ നൽകിയാലോ. പിന്നെ അങ്ങനെ ഒരു മാനസികാവസ്ഥ, ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതെ പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മിൽ ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടുന്നത്, എന്തിനാണ് ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് നൽകുന്നത്? എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുന്നത് എന്ന് കൃത്യമായ ആ ഒരു ചിന്ത നമ്മിലുണ്ടാവണം. ഹാദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ ധനം, എൻ്റെ ആരോഗ്യം, ഇതെല്ലാം പടച്ചോനെ നിൻ്റെ ഫദ്ലാണ്, നിൻ്റെ ഔദാര്യമാണ്, നിൻ്റെ അനുഗ്രഹമാണ്. ഇതെന്തിനാണ്? ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. അള്ളാഹു തആല വീടാണെങ്കിലും, ജീവിത വിഭവങ്ങളാണെങ്കിലും, സൗകര്യങ്ങളാണെങ്കിലും, ശാരീരിക ക്ഷമതയാണെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും പടച്ചവൻ നൽകുന്നത് എന്തിനാണ്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാനാണ്, എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ. എന്താണ് ആ പരീക്ഷണം? അഷ്കുർ അം അക്ഫുർ, അതെ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, എൻ്റെ അടിമ നന്ദി കേടാണോ കാണിക്കുന്നത്? അതാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദുരിതങ്ങളും ഇല്ലായ്മകളും ഉണ്ടായപ്പോൾ റബ്ബിനോട് കരളൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു, പക്ഷെ ഒക്കെ കിട്ടിയപ്പോൾ പടച്ചോനെ മറന്നു. എനിക്ക് അനുഗ്രഹമായി കാലങ്ങളോളം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് കിട്ടിയ എൻ്റെ കുഞ്ഞ്, എൻ്റെ ഒരു മകൻ, ആ കുഞ്ഞ് വലുതായപ്പോൾ, അതൊക്കെ കിട്ടി, ആ സുഖങ്ങളൊക്കെ ലഭിച്ചപ്പോൾ നമ്മൾ പടച്ചോനെ മറന്നു. ആ കുട്ടിയെ കൊണ്ട് ഒരു പള്ളിയിൽ പോലും വരാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അവിടെ മുതൽ അള്ളാഹ് പരീക്ഷിക്കുകയാണ്, എൻ്റെ അടിമ എനിക്ക് നന്ദിയാണോ അർപ്പിക്കുന്നത്, നന്ദി കേടാണോ കാണിക്കുന്നത് എന്ന് കൃത്യമായി അറിയാനും മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മുടെ വിശ്വാസം കറകളഞ്ഞതായി മാറുന്നത് എന്ന് നാം ഓർക്കുക. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ലഇൻ ശകർതും ലഅസീദന്നകും, ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്, അള്ളാഹു നൽകുന്നൊരു ഉറപ്പാണ്, വിശ്വാസികൾക്കുള്ള ഒരു ഉൾക്കരുത്താണിത്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം ലഅസീദന്നകും, ഇനി ഞാൻ നിങ്ങൾക്ക് വാരിക്കോരി തരും, ഇഷ്ടം പോലെ തരും, ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഞാൻ തരാൻ തയ്യാറാണ്. ലഅസീദന്നകും എന്നാണ്. ലഇൻ ശകർതും, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കണം, നന്ദിയുള്ളവരാണ് എങ്കിൽ ഇപ്പൊ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ വലഇൻ കഫർതും,
എങ്ങാനും നന്ദി കേട് കാണിച്ചാൽ, ഇങ്ങനെ മുഖം തിരിച്ചു കളഞ്ഞാൽ, ആദാമിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ വണ്ടിയിലും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ട് അള്ളാഹുവിന്റെ ഫദ്ലൊക്കെ അനുഭവിച്ചിട്ട് അള്ളാനെ മറന്നിട്ട് ജാറവും മറ്റുമൊക്കെയായി സമീപിച്ചു കഴിഞ്ഞ് നന്ദി കേട് കാണിച്ചാൽ, തവക്കൽതു അലല്ലാ എന്ന് മനസ്സിൽ കൊത്തിവെക്കേണ്ടുന്നതിന് പകരം മറ്റുള്ള വീടുകളിലും മറ്റുമൊക്കെ എഴുതി വെക്കുന്ന അതിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് പകരം മനസ്സിൽ അതിനെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തവക്കൽതു അലല്ലാ, എൻ്റെ സർവസ്വ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ തങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി, തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിൽ മറ്റുള്ള നേർച്ച വഴിപാടുകൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പൈസ കൊടുക്കുക, അത്തരം ഏർപ്പാടിന്റെ ഭാഗമായി മാറുക. ഇതൊക്കെ അവൻ പറഞ്ഞ വാക്കിനെതിരാണ്. തവക്കൽതു അലല്ലാ, അള്ളാഹുവെ നിന്നിൽ ഞാൻ എല്ലാം അർപ്പിച്ചെന്ന് പറഞ്ഞിട്ട്, ഈ മാത്രമുള്ളൂ പറഞ്ഞിട്ട് അല്ലാത്ത അത്തരത്തിലുള്ള ആളുകളെ കൂട്ടുപിടിക്കുന്ന സ്ഥിതിവിശേഷം ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? അവിടെയാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ നന്ദികേടിൻ്റെ, ഇത്തരം ശിർക്കിൻ്റെയും കുഫറിൻ്റെയും ഒരിക്കലും ഒരു തരിമ്പ് പോലും പ്രവർത്തനങ്ങളിലോ വിശ്വാസങ്ങളിലോ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അങ്ങനെ വരുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും, അതല്ല നിങ്ങൾ ഈ വഴിവിട്ട ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ, നന്ദികേടിൻ്റെ മാർഗമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന താക്കീതോടുകൂടിയാണ് അല്ലാഹു തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അത് ഹൈറാവട്ടെ, നമുക്ക് ഷർറായി പലതും തോന്നും, പക്ഷേ അത് ഹൈറായിട്ടായിരിക്കും അള്ളാഹു രേഖപ്പെടുത്തുക. നമ്മൾ ബാഹ്യമായി നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ഷർറാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, രണ്ടായിരുന്നാലും ശരി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവർ ക്ഷമിക്കാൻ കഴിവുള്ളവരാകും. അതുപോലെ തന്നെ സന്തോഷവും അതുപോലെയുള്ള അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് നന്ദിയോടെ സ്മരിക്കുന്നവരുമായിരിക്കും അവർ എന്നാണ് വിശ്വാസികളെ പറ്റി അള്ളാഹു തആല പറയുന്നത്. ആ രൂപത്തിൽ അത്തരത്തിലുള്ള വിശ്വാസികളിൽ ഉൾപ്പെടാനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ ഈമാനുള്ള യഥാർത്ഥ വിശ്വാസികളിൽ, മുവഹിദുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.